നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളൊരു വിഷസർപ്പമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഓരോ തകർച്ചയ്ക്കും കാരണം നിങ്ങളുടെ പ്രാക്കും ശാപങ്ങളോ. ഞാൻ നൊന്ത് പ്രസവിച്ച് വളർത്തിയ മകനെ ശപിച്ചു കൊല്ലാനും മാത്രം വിട്ടിയല്ല ഈ ഭവാനി. സ്വന്തം ആയുസ് വെട്ടിക്കുറച്ചുകൊണ്ട് നീ ഓടുന്ന ഓട്ടം കണ്ട് ചങ്ക് പൊട്ടുവോ എനിക്ക്. അത് നിനക്കറിയാത്തോണ്ടാ. എന്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ അഭിനയം. ഒരു വാലാട്ടി പട്ടിയെ പോലെ നിങ്ങളുടെ ദ്രോഹപ്രവർത്തികൾക്ക് മുഴുവൻ കൂട്ടായി കിട്ടണോ ഈ മേഘന? എന്റെ ജീവിതം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എന്റെ സുഖവും സൗഖ്യവും സമാധാനവും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല. എന്റെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മൺതരിയുടെ വില പോലെ നിങ്ങൾ കൽപ്പിക്കുന്നില്ല. ഓ, നിന്റെ സമാധാനവും സൗഖ്യവും സ്വപ്ന സാഫല്യവും ഒക്കെ ഇപ്പൊ അവളായിരിക്കും, ആ രാധ. സംശയമുണ്ടോ? അവള് തന്നെ. ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഒരു രണ്ടാം കെട്ടുകാരന്റെ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ നീ. ഏതു പെണ്ണിനും അനുയോജ്യനായ വരൻ. ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം. എന്നിട്ടും രാധയെ മതിയെന്ന വിഷചിന്ത എങ്ങനെ നിന്റെ തലച്ചോറിൽ വന്നു? അവളാ അതിന് കാരണം. സുഭദ്ര തന്നെ. നിന്റെ നാശത്തിന്റെ വഴി തുറക്കാനാ രാധയിലേക്കുള്ള മോഹത്തിന്റെ വിത്ത് അവള് നിന്നിൽ വിതച്ചത്. ഒരു വിഷച്ചെടിയായി അത് വളർന്ന് നിന്നെ വിഴുങ്ങും. അതുകൊണ്ട് പറയാ, ഒരു പടുവിട്ടിയായി ഇനിയും നീ മാറരുത്. ഇനിയെങ്കിലും പിന്മാറാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. രാധ നിനക്കൊരു പൂമാലയല്ല, കൊലക്കയറാ. സുഭദ്ര എന്ന യക്ഷിയുടെ കൊലക്കയർ മാത്രം. ഇപ്പൊ ഞാൻ കൊല്ലാതെ വിടുക. മേഘൻ ചെയ്തതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുവരെ ജീവിക്കാൻ. രാധയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതിനു ശേഷം നിങ്ങളുടെ കഴുത്തിൽ ഞാനൊരു കുരുക്കിടും. മരണക്കുരുക്ക്. പിന്നെ ഒരു ദിവസത്തേക്ക് കൂടി നിങ്ങളൊരു സൂര്യോദയം കാണാൻ ഉണരില്ല. ഇനിയും എന്നെ പ്രാകാനും ശപിക്കാനും നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഐ വിഷ് യു എ വെരി ബാഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.